പരിശുദ്ധ ഖുർആനിലെ 18-ാം അധ്യായം സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഒരു സംഘം യുവാക്കളെ കുറിച്ച് പറയുന്നു. ഇന്നഹും ഫിതിയ, അവർ കുറച്ച് യുവാക്കളാണ്. ആമനൂ ബിറബ്ബിഹിം, അവർ അവരുടെ റബ്ബിൽ വിശ്വസിച്ചു, ഈമാനുള്ളവരായി. അപ്പോൾ അല്ലാഹു എന്തു ചെയ്തു? വസിദ്നാഹും ഹുദാ, അവർക്ക് മാർഗദർശനം അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുത്തു. നമുക്ക് ജീവിതത്തിൽ ശരിയായ മാർഗദർശനം ലഭിക്കണോ? നമ്മുടെ അഖീദ ശരിയാക്കണം. എവിടെയൊക്കെ നമുക്ക് തകരാറുകളുണ്ടോ ആ തകരാറിൻ്റെ പ്രശ്നം നമ്മുടെ ഈമാനാണ്. അല്ലാഹുവിലുള്ള വിശ്വാസത്തിൽ പോരായ്മയുണ്ട്, മലക്കുകളിലുള്ള വിശ്വാസത്തിൽ പോരായ്മയുണ്ട്, പ്രവാചകന്മാരിലും വേദഗ്രന്ഥങ്ങളിലും പരലോകത്തിലും ഖദറിലുമുള്ള വിശ്വാസത്തിൽ പോരായ്മയുണ്ട്. ഈമാൻ കാര്യങ്ങൾ സ്ഫുടം ചെയ്തെടുത്ത് മനസ്സിലാക്കി പഠിച്ച് പ്രാവർത്തികമാക്കിയാലേ ഹിദായത്ത് ലഭിക്കൂ. എത്രയെത്ര സ്ഥലങ്ങളിൽ അല്ലാഹു അത് ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. വമൻ യുഅ്മിൻ ബില്ലാഹി യഹ്ദി ഖൽബഹു, ആരാണോ അല്ലാഹുവിൽ വിശ്വസിക്കുന്നത് അവരുടെ ഹൃദയത്തിന് അല്ലാഹു ഹിദായത്ത് നൽകുന്നതാണ്. യഹ്ദീഹിം റബ്ബുഹും ബിഈമാനിഹിം, അവരുടെ ഈമാൻ കാരണം അല്ലാഹു അവർക്ക് ഹിദായത്ത് നൽകുന്നതാണ്. ആ യുവാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാൻ നൽകി. ആ ഈമാൻ കാരണത്താൽ എല്ലാ ഖൈറാത്തുകളിലേക്കും എല്ലാ ഹിദായത്തിലേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ വഴി നടത്തി. മാത്രമല്ല അവർ പതറിപ്പോയില്ല, കാലഘട്ടത്തിന്റെ തിന്മകളിലേക്ക് അവർ ചായ്ഞ്ഞു പോയില്ല. എന്താ കാരണം? വറബത്നാ അലാ ഖുലൂബിഹിം ഇദ് ഖാമു ഫഖാലൂ റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ് ലൻ നദ്ഉ മിൻ ദൂനിഹി, അവരുടെ ഹൃദയത്തിന് ഞാൻ കെട്ടുറപ്പ് നൽകി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. എപ്പോഴാണ് നൽകിയത്? അവർ എഴുന്നേറ്റ് നിന്ന് പ്രഖ്യാപിച്ചു, ഞങ്ങളുടെ റബ്ബെന്ന് പറയുന്നത് ആകാശഭൂമികളുടെ റബ്ബാണ്. ആ റബ്ബിനെ അല്ലാതെ ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുകയില്ല. ഞങ്ങൾ അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കൂ, അല്ലാഹു അല്ലാത്ത ഒരാളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയില്ല എന്ന കറകളഞ്ഞ തൗഹീദ് അവർ മനസ്സിലാക്കിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഹിദായത്ത് വർദ്ധിപ്പിച്ചു കൊടുത്തു.